ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിനൊക്കെ വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിലും ഈ പഠിക്കുന്ന ടൈമിലും അതുപോലെ തന്നെ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞുതരാം. സീരിയസ് ആയിട്ട് കാണുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. അതിൽ ഒന്നാമത്തേതാ ഇപ്പൊ പഠിക്കുന്ന ടൈമിലുള്ളതാണ്. പഠിക്കുമ്പോൾ പലരും ഇപ്പൊ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനാണ്. പലർക്കും ഉണ്ടാകുന്ന കാര്യം പാനിക് ആവുക. അയ്യോ ഒരുപാട് പഠിക്കാറുണ്ട്. ആ ഒരു മൈൻഡ് മക്കള് എന്താക്കുക, ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് കൂളാക്കുക. ഓക്കെ, പാനിക്കായിട്ട് അയ്യോ അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് നിന്ന ധൃതിയിൽ എന്താണ് ഓരോ ദിവസവും അതെടുത്ത് പഠിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നല്ല രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഈ ടൈമിലുള്ള പഠനം നല്ല രീതിക്കല്ല മുന്നോട്ട് പോവുക. നിങ്ങൾ പഠിക്കുന്ന ഒന്നും നിങ്ങളെ മനസ്സിൽ നിൽക്കില്ല. എന്തിനായത്? ആ ടെൻഷനും കാര്യങ്ങളും പേടിയും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, കൂളായിട്ടിരിക്കുക. വരുന്ന പോലെ വരട്ടെ, ഞാൻ പഠിക്കും, സെറ്റാക്കും. ആ ഒരു മൈൻഡിൽ നിങ്ങൾ പഠിക്കാനിരിക്കുക. ഓക്കെ, എന്താ തീർക്കാൻ പറ്റുന്നത് മാത്രം തീർക്കുക, അല്ലാതെ കുറേ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് വെറുതെ പാനിക്കായിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കാൻ പാടില്ല. ഓക്കെ, ഈ ടൈമിൽ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, അത് ചെയ്യാതിരിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ, രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ രണ്ടാമത് എക്സാം എഴുതുന്ന ടൈമിലുള്ളതാണേ. അതിലെ മെയിൻ കാര്യം അറിയാലോ, ടൈം മാനേജ്മെന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അറിയാൻ നമുക്ക് അക്കൗണ്ടൻസി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ ആദ്യത്തെ അതായത് ഇപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ദയവ് ചെയ്ത് ഓവർ ടൈം എടുക്കാൻ പാടില്ല. ഒരു മിനിറ്റോട് തീർത്തുവിടാം. ഓക്കെ, ഒരു മിനിറ്റ് കൊണ്ട് തീർത്തുവിടാം. അപ്പോൾ അങ്ങനെ തീർക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ പെട്ടെന്ന് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും നോട്ടൊക്കെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ആ വായിക്കുന്ന ടൈമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഈ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളെ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. മാക്സിമം 15-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ദെൻ ഇതിന്റെ ഇടയിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ച് ലോങ് ആൻസർ വരുന്ന 4-5 മാർക്കിന്റെ ഒക്കെ എന്താ ഇതിന്റെ ഉള്ളിൽ ഒതുക്കുക. 10-15 മിനിറ്റ് കൊണ്ട് പിടിക്കുക. 15 മിനിറ്റ് എത്തിക്കണ്ട, ഒരു 7-8 അങ്ങനെ പിടിച്ചിട്ട് ഒരു 10-12 അങ്ങനെ പിടിക്കുക. നിങ്ങൾ ടൈം മാനേജ്മെന്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പരിപാടി സ്കിപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് അത് ഉണ്ടാവാതിരിക്കുക. സ്കിപ്പ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതറിയില്ല, സ്കിപ്പ്. അടുത്ത് നോക്കുമ്പോൾ ഇത് അറിയില്ല, സ്കിപ്പ്. അടുത്ത ഇതറിയാം, എഴുതി. അടുത്ത് നോക്കുമ്പോൾ അത് സ്കിപ്പ്. ആ പരിപാടി നിർത്തുക. സ്കിപ്പ് ചെയ്യാതിരിക്കുക. സ്കിപ്പ് ചെയ്യാന്ന് മീൻസ് അതിന്റെ മീനിങ് എന്താ? നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല അല്ലെ? 0 മാർക്ക് ഷുവർ ആണ് അല്ലെ? 0 മാർക്കേ കിട്ടൂ അല്ലെ? പക്ഷെ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇനി കണക്ഷനുള്ള ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു ഏത് ചാപ്റ്ററിനാണെങ്കിലും അറിയണ്ടാവുമല്ലോ അല്ലെ? ആ ചാപ്റ്ററിലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും ആക്കി എഴുതി വെച്ചിരിക്കണം. സോ സ്കിപ്പ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അറ്റൻഡ് ആണ് വേണ്ടത്. എന്താണ്? അറ്റൻഡ് ചെയ്തോളാം. അതിൽ ഒരു അപ്പീലുമില്ല. അറ്റൻഡ് ചെയ്തിരിക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യനും വിടാതെ അറ്റൻഡ് ചെയ്യുക. അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അറ്റൻഡ് ചെയ്താൽ 1 മാർക്ക് വെച്ച് കിട്ടും. അറിയാത്ത 4 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? 0 ആണ്. അറിയാത്ത 4 ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടാൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് നിങ്ങൾ നോക്കിയ 4 മാർക്കാണ് കിട്ടുക. പാസ് മാർക്കിലേക്ക് എത്തിക്കൂലേ? ഓർത്ത് വെച്ചോളാം. ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് അല്ലേ? ദെൻ ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ആണ്. 4ാമത്തെ കാര്യം പ്രസന്റേഷൻ. ഓക്കെ, പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിക്ക് എഴുതിക്കൂടാ. വലിച്ച് വാരി ഒരു ഇതില്ലാണ്ട് എഴുതാൻ ശ്രമിക്കരുത്. തിയറി ഒക്കെ എഴുതുന്ന സമയത്ത്, എസ് ഒക്കെ എഴുതുമ്പോൾ പാരഗ്രാഫ് ആക്കി എഴുതാൻ ശ്രമിക്കുക. അക്കൗണ്ടിങ് ഒക്കെ എഴുതുന്ന സമയത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, പെൻസിലും സ്കെയിലും അതുപോലെ തന്നെ എറേസറൊക്കെ കൊണ്ടുപോവുക. കള്ളികളൊക്കെ വൃത്തിക്ക് വരച്ച് എഴുതാൻ ശ്രമിക്കുക. പ്രസന്റേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണെങ്കിൽ, ഇതുവരെ നിങ്ങൾ നോക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചു തുടങ്ങുക. ഈ ഒരു എക്സാമിന് ഇത് അപ്ലൈ ചെയ്തോളുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ അല്ലേ? മറക്കണ്ട, നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഷുവർ ആണ്.